ഹായ് പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ഇലയടയും അതുപോലെ തന്നെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ. അപ്പോൾ ഞാനിതാ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതാ 3 വെള്ളം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഒരു അരിപ്പയിലേക്ക് അരിച്ചൊഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും അതുപോലെ തന്നെ ഒരു 3-4 ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്നിങ്ങനെ ഇളക്കിയെടുക്കുക. ഇനി ഇതാ നമ്മുടെ ഈ അരിപ്പൊടി ഉണ്ടല്ലോ വാഴ ഇലയിലേക്ക് ഇങ്ങനെ പരത്തിയെടുക്കാം. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ ഈ തേങ്ങേൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്ത് നിരത്തുക. ഇനി ഇത് മടക്കി ഒരു അടേൻ്റെ ഷേപ്പിലാക്കി വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റോളം ആവിക്കൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അടിപൊളി ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തോട്ടെന്ന് വിചാരിച്ചിട്ട് ഷെയർ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്കുള്ള ലൈക്കും കമൻറ്റും മറക്കല്ലേ. ഇതിന് മധുരമിടാത്ത കട്ടൻ ചായയാണ് കേട്ടോ നല്ലത്.